ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഗൗൺ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? എങ്കിൽ എടുത്തോളൂ. നമുക്കതൊരു സ്കേർട്ടും ടോപ്പും എങ്ങനെയാണ് ആക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളിവിടെ സ്കേർട്ട് പാർട്ടും ടോപ്പ് പാർട്ടും രണ്ടായി കട്ട് ചെയ്തു. ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ അതിന് ഇതുപോലെ വർക്കുള്ള ടോപ്പുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ കളറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി മാറ്റിയിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ നമുക്കിനി ടോപ്പിൻ്റെ 2 സൈഡ് ഒന്ന് കട്ട് ചെയ്യാം. സൈഡ് കട്ട് ചെയ്തിട്ട് ഇത് പാഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ പാഡ് റിമൂവ് ചെയ്യാണ്. നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യേണ്ട. ഞാൻ ആ പാഡൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. സെയിം കളർ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇനി നമുക്ക് ഇതേപോലെ ബാക്ക് പീസ് ഒന്ന് കറക്റ്റ് ഷോൾഡർ ഒരേപോലെ വെച്ചിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം. സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടേക്ക് നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് വിഡ്ത്തുള്ള പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് അതായത് 2 പീസിൻ്റെയും സൈഡ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുക. 2 സൈഡിൽ ഓരോരോ സ്റ്റിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് പക്ക മറിഞ്ഞ് നല്ല രീതിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സിബ് വെച്ചിട്ട് സിബിൻ്റെ മുകളിൽ നമ്മൾ ഈ മറിച്ച് വെച്ച ഭാഗം വെച്ചിട്ട് 2 സൈഡും ഒന്ന് അടിച്ചെടുക്കുക. ഒരു ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഇതേപോലെ വെച്ചിട്ട് താഴെ വരെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സിബ് അവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് സെയിം കളർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എനിക്ക് സെയിം കളർ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വേറെ കളർ എടുത്തത്. ഇനി നമുക്ക് 2 ഇഞ്ച് വീതിയുള്ള ഇതേപോലെയുള്ള പീസ് വേണം. അതിന് മുന്നിലും ബാക്കിലും നമുക്ക് മടക്കി അടിക്കണമല്ലോ. നമ്മളെ ബ്ലൗസ് മടക്കി അടിക്കണം. മുന്നിലും ബാക്കിലും മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തിട്ട് നമ്മൾ നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് ഇപ്പോൾ ഈ ഗോൾഡൻ കളർ മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിലായിരിക്കണം നമ്മൾ അടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ 2 മടക്ക് മടക്കിയിട്ട് നമ്മുടെ ഇപ്പം നമ്മൾ എക്സ്ട്രാ വെച്ച പീസ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ പക്ക വരുന്ന രീതിയിൽ നിങ്ങൾ 2 സൈഡും അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ അടിക്കുക. ഫ്രണ്ടിൽ ഒട്ടും നമ്മളെ ഇപ്പം വെച്ച പീസ് കാണരുത്, അല്ലെങ്കിൽ ആ ഓറഞ്ച് ക്ലോത്ത് അതും കാണാത്ത രീതിയിൽ ആ ഗോൾഡൻ കളർ മാത്രം കാണുന്ന രീതിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നന്നായിട്ട് ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ കട്ട് കൊടുക്കണം. അപ്പം നമുക്ക് നല്ല ഫ്ലെക്സിബിളായി കിട്ടും. എന്നിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ 2 വശവും അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒരു ഡാട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ പാഡ് നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊരു ഡാട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. 2 സൈഡിലേക്കും 4 ഇഞ്ച്, ഒരു സൈഡിലേക്ക് 4, അപ്പുറത്തെ സൈഡിലേക്കും 4, അങ്ങനെ 2 സൈഡിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴേന്ന് മുകളിലേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു 3/4 ഇഞ്ചാണ് കൊടുത്തത്. നിങ്ങൾക്ക് 1/2 ഇഞ്ച് കൊടുക്കണമെങ്കിൽ 1/2 ഇഞ്ച് കൊടുക്കുക, 1 ഇഞ്ച് കൊടുക്കണമെങ്കിൽ 1 ഇഞ്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 3/4 ഇഞ്ചാണ് കൊടുത്തത്. 3/4 ഇഞ്ച് 2 സൈഡിലേക്ക് 3/4 വീതം കൊടുത്തിട്ട് അത് ഇതേപോലെ ആ 2 പോയിൻ്റ് ഒന്ന് ചേർത്ത് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ വരച്ച പോയിൻ്റ് നമ്മൾ കൂട്ടി പിടിച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കും. നമ്മളിപ്പോൾ 2 പോയിൻ്റ് വരച്ചല്ലോ, 2 സൈഡിലേക്കായിട്ടൊരു ആംഗിളായിട്ട് വരച്ച ആ 2 പോയിൻ്റ് ഇതേപോലെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ച് 2 സൈഡിലായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബാക്കിൽ ചെയ്യണമെങ്കിൽ ബാക്ക് ചെയ്യാം, സ്ലീവിൻ്റെ അവിടെ ചെയ്യണമെങ്കിൽ അവിടെയും ചെയ്യാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഫ്രണ്ടിൽ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ അളവും ഷേപ്പും കൂടി മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. നമ്മളെ ബ്ലൗസിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ഫ്രണ്ടും ബാക്കും ഉണ്ടാവുന്നത്. നമ്മൾ സിബ് വെച്ചിട്ടാണ് ഓൾറെഡി ചെയ്തത്. ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഉണ്ടാവുന്നത്. ഇനി സ്കേർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ട്. പിന്നെ ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയുള്ള കുറച്ച് നീളത്തിലുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേസ്റ്റ് ബാൻഡ് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 1.5 ഇഞ്ച് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ ഈ തുണി വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒരു സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ആ 2 തുണിയും ചേർത്തും കൂടി അടിച്ചിട്ടുണ്ട്. വേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ കറക്റ്റ് വെച്ചിട്ട് ചേർത്ത് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഇതേപോലെ കൊടുക്കുമ്പോൾ നമ്മൾ എത്രയാണോ നമ്മൾ വേസ്റ്റ് ബാൻഡ് എടുത്തത്, അതല്ലെങ്കിൽ നമ്മൾ എത്രയാണോ എലാസ്റ്റിക് കൊടുക്കുന്ന ആ എലാസ്റ്റിക് പക്കാ കടത്തി വിടാൻ വേണ്ടിയിട്ടുള്ള അളവ് അവിടെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. എനിക്ക് അത്യാവശ്യം നല്ല ഇറക്കം
ഈ സ്കേർട്ടിനുണ്ടായിരുന്നു. എന്നാലും ഞാൻ പിന്നെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടൊന്ന് അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ നമ്മൾ ഇതേപോലെ എലാസ്റ്റിക് ഒന്ന് കടത്തിയെടുക്കുന്നുണ്ട്. ഇത് 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. എലാസ്റ്റിക് ഒന്ന് കടത്തിയെടുക്കുന്നുണ്ട്. കടത്തിയെടുത്ത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗം ഉണ്ടാവുമല്ലോ, 2 സൈഡ് ഉണ്ടാവില്ല, 2 സൈഡും കൂടി ഒപ്പരം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നതിന് ശേഷം അത് ഉള്ളോട്ടേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ വിട്ടിട്ടുണ്ടാവും, അതും കൂടി അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്കേർട്ടും ടോപ്പും ഇവിടെ റെഡിയായി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.